അവസാനത്തെ ബുക്കിലെത്തി. ഏതൊക്കെയായിരുന്നു ബുക്ക് ഒന്നുകൂടെ പറഞ്ഞ്? ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവ്ഡ്, ബിൽസ് പേബിൾ. അയ്യോ അത് രണ്ടും പറഞ്ഞില്ലല്ലോ. ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ അല്ലേ? എന്തായാലും നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാവാറില്ല. ക്ലിയർ? നമുക്ക് പ്രോപ്പർ ജേർണലിലേക്ക് പോവാം. ഇതിന് പ്രത്യേകത ഉണ്ട്. മുകളിൽ പറഞ്ഞ ബുക്കുകളിലൊന്നും ഉൾക്കൊള്ളാത്ത ബാക്കിയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഇത് പ്രോപ്പർ ജേർണൽ. നോക്കാം എന്താണ്. ടു റെക്കോർഡ് ഓൾ അതർ ട്രാൻസാക്ഷൻ ഫോർ വിച്ച് നോ സ്പെസിഫിക് ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ്. വേറെ എന്താ വെച്ചാൽ ക്യാഷ് ബുക്ക്, പിന്നെ ഏതാ പർച്ചേസ് ബുക്ക്, സെയിൽസ് ബുക്ക്, പർച്ചേസ് റിട്ടേൺ ബുക്ക്, സെയിൽസ് റിട്ടേൺ ബുക്ക്, ബിൽസ് റിസീവബിൾ ബുക്ക്, ബിൽസ് പേബിൾ ബുക്ക്, പിന്നെ ഏതാ പ്രോപ്പർ ജേർണൽ. ഇതല്ലേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഈ മുകളിലത്തെ ബുക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ അപ്പോൾ എല്ലാം എവിടെ ചെയ്യാം? പ്രോപ്പർ ജേർണൽ. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പഠിച്ചാൽ റെൻ്റ് കൊടുത്താലും എന്തോ എല്ലാം ജേർണലായിട്ടെല്ലാം എഴുതാം. ഓക്കെ, അങ്ങനെയാണ് പോയത്. ക്യാഷ് ബുക്ക് എന്ത് ചെയ്യാണ്? പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബാക്കിയൊന്നും പ്രിപ്പയർ ചെയ്യുന്നില്ല. അപ്പോൾ ബാക്കി എല്ലാം എവിടെ വരും? ജേർണൽ പ്രോപ്പർ. ക്യാഷ് ബുക്ക് ഉണ്ട്, പർച്ചേസ് ബുക്കുണ്ട്, സെയിൽസ് ബുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ അതത് ബുക്കിലെഴുതും. ബാക്കിയുള്ള എല്ലാം എവിടെ വരും? അതാണ് ഇവരെ പറയുന്നത് വിച്ച് നോ സ്പെസിഫിക് ബുക്ക് ഇല്ലാത്ത ബാക്കിയൊക്കെ ഇവിടെ വരും. ദ ഫോർമാറ്റ് ഓഫ് ജേർണൽ പ്രോപ്പർ ജേർണൽ ഈസ് സെയിം അല്ലേ? ജേർണലിൻ്റെ സെയിം തന്നെയാണ്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഓക്കെ അല്ലേ? ജേർണൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യാതെ തന്നെ. ഫീച്ചേഴ്സ്: ഇറ്റ് ഈസ് എ റിസിജ്വറി സബ്സിഡറി ബുക്ക് ടു റെക്കോർഡ് ദ റിമൈനിങ് ട്രാൻസാക്ഷൻ. ഇത് റിസിജ്വർ എന്ന് പറഞ്ഞാൽ ബാലൻസ് വരുന്നതിൻ്റെ എന്താണ്? സബ്സിഡറി ബുക്കാണ്. ഫോർമാറ്റ് ഓഫ് ജേർണൽ പ്രോപ്പർ ജേർണൽ എന്ത് തന്നെയാണ്? സെയിം. കുറച്ച് ട്രാൻസാക്ഷൻ ഇവിടെ പരിചയപ്പെടാം. ഓപ്പണിംഗ് എൻട്രി. ഓക്കെ അല്ലേ? ഓപ്പണിംഗ് എൻട്രി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാനുണ്ട്, എന്തായാലും നമുക്ക് പറയാം. ഇത് ഏതിനു മാത്രമേ അപ്ലിക്കബിൾ ആവുള്ളൂ? അസറ്റിനും ലയബിലിറ്റീസും. അപ്പോൾ ഒരു വർഷം ഫൈനൽ അക്കൗണ്ട് എന്ത് ചെയ്തുണ്ടാക്കി? ഫോർ എക്സാമ്പിൾ ഞങ്ങളിങ്ങനെ കാണിച്ചു തരാം. ഇത് ബാലൻസ് ഷീറ്റാണ്. 31/12/25 ബാലൻസ് ഷീറ്റ്. ഇവിടെ ക്യാപിറ്റലുണ്ട് ഒരു 100, ക്രെഡിറ്റേഴ്സ് എത്രയുണ്ട്? 50. ഇപ്പോൾ ടോട്ടൽ 150. ക്യാഷ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്. ക്യാഷ് 120, ബിൽഡിംഗ് എത്രയാണ്? നേരെ തിരിച്ച് 30 ക്യാഷ്, 120 ഏതാണ്? ബിൽഡിംഗ്. അങ്ങനെ എത്രയാണ്? 150. കുഴപ്പമില്ലല്ലോ. അപ്പോൾ ജേർണൽ ലെഡ്ജർ ട്രയൽ ബാലൻസും ഫൈനൽ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് 31 ഡിസംബറിൽ ബുക്കൊക്കെ ക്ലോസ് ചെയ്ത് പോയി. പിറ്റേ ദിവസമില്ലേ? അടുത്ത ദിവസം പറഞ്ഞ എന്നാ 1/1/2026 അന്ന് ഇവർ എൻട്രി എഴുതണം. എന്ത് എൻട്രി എഴുതണം? ഓപ്പണിംഗ് എൻട്രി. ഓപ്പണിംഗ് എൻട്രി വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഓൾ അസറ്റ് അക്കൗണ്ട് അപ് ടു ഓൾ ലയബിലിറ്റീസ് എന്നാണ് എൻട്രി. പറഞ്ഞാൽ എന്താ? ഓൾ അസറ്റ് അക്കൗണ്ട് അപ് ടു ഓൾ ലയബിലിറ്റി. അപ്പോൾ എങ്ങനെയാണ് പറഞ്ഞത്? ഇവിടുത്തെ എൻട്രി ഏതൊക്കെയാണ്? ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ, ബിൽഡിംഗ് അക്കൗണ്ട് അപ്റ്റർ, ടു ക്യാപിറ്റൽ, ടു ഏതാണ്? ക്രെഡിറ്റേഴ്സ്. ദിസ് ഈസ് വാട്ട് ഈസ് ഓപ്പണിംഗ് എൻട്രി. ഇപ്പോൾ ഇവിടെ കുറേ സാധനങ്ങൾ തന്നിട്ടുണ്ട്. ക്യാഷ് ഉണ്ട്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ബിൽസ് പേബിൾ ഉണ്ട്. കണ്ടാ? അപ്പോൾ ഇതിനൊക്കെ എന്ത് ചെയ്താൽ മതി? അസറ്റുകളൊക്കെ ഡെബിറ്റ് ചെയ്യാം. ഓൾ അസറ്റ് അക്കൗണ്ട് അപ് ടു ഏതാണ്? ഓൾ ലയബിലിറ്റി. ഇങ്ങനെ എഴുതിയാൽ പോരാ, 1 by 1 ആയിട്ട് എഴുതാം. നമുക്ക് ഇനി ഒരു മൊഡ്യൂൾ വരുന്നുണ്ട്, ടൈപ്പ് ഓഫ് ജേർണൽ എൻട്രീസ് എന്ന് പറഞ്ഞിട്ടൊരു മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ കുറേ ഉണ്ട്, അതൊക്കെ നമുക്കൊന്നുകൂടെ ബ്രഷപ്പ് ചെയ്യും. അപ്പോൾ ഈ എൻട്രി ഒരിക്കലും നമുക്ക് എവിടെ എഴുതാൻ പറ്റില്ല? ക്യാഷ് ബുക്കിലോ, പർച്ചേസ് ബുക്കിലോ, സെയിൽസ് ബുക്കിലോ, പർച്ചേസ് റിട്ടേണോ മറ്റൊന്നിലും എഴുതാൻ കഴിയില്ല. ഇതെവിടെ എഴുതാൻ പറ്റുള്ളൂ? ജേർണൽ പ്രോപ്പർ. ക്ലോസിംഗ് എൻട്രി അടുത്താണ്. ഓപ്പണിംഗ് എൻട്രി ആർക്ക് മാത്രമുള്ള? അസറ്റിനും ലയബിലിറ്റി ആണെങ്കിൽ. ക്ലോസിംഗ് എൻട്രി ആർക്ക് മാത്രമുള്ള? എക്സ്പെൻസിനും ഇൻകംസും. ഫോർ ക്ലോസിംഗ് എക്സ്പെൻസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇപ്പോൾ എക്സാമ്പിളാണ് റെൻറ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ എൻട്രി എന്താ? റെൻറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ റെൻറ്റ് പിന്നെ എവിടേക്കാണ് ഫൈനൽ അക്കൗണ്ടിൽ എഴുതുക? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലല്ലേ? അപ്പോൾ ആ റെൻറ്റിനെ എവിടെ എഴുതുക? 2 എന്നാണെന്നോ ബൈ എന്നോ? 2 അല്ലേ? അപ്പോൾ അവിടെ ഒരു എൻട്രി ഉണ്ട്. എന്ത് എൻട്രി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അപ് ടു റെൻറ്റ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഏതാണ്? ക്ലോസിംഗ് എൻട്രി. ഒന്നുകൂടെ എക്സാക്റ്റില്ല. റെൻറ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ എൻട്രി എന്താ? റെൻറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. വീണ്ടും റെൻറ്റ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ എൻട്രി എന്താ? റെൻറ്റ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. അങ്ങനെ റെൻറ്റ് അക്കൗണ്ടിൽ 2 ക്യാഷ് ഒരു വർഷത്തിൽ 10,000 റെൻറ്റ് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ ഇപ്പോൾ ടോട്ടൽ ആ റെൻറ്റ് അക്കൗണ്ടിൽ എത്ര ഉണ്ടാവും? 1,20,000. ആ ടോട്ടൽ എമൗണ്ട് നേരെ ഇവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. P&L. എൻട്രി എന്താ? P&L അക്കൗണ്ട് അപ് ടു റെൻറ്റ്. അതാണ് ഇത് ക്ലോസിംഗ് എൻട്രി. ഓക്കെ അല്ലേ? പക്ഷെ ആർക്ക് ക്ലോസിംഗ് എൻട്രി ഇല്ല? അസറ്റിനും ലയബിലിറ്റി ഇല്ല. കാരണം അസറ്റിനും ലയബിലിറ്റി എന്ത് ചെയ്യില്ല? ഒരിക്കലും ക്ലോസ് ചെയ്യില്ല.
മിഷനറി ബിൽഡിംഗ് ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. കൊടുക്കാനുള്ളവരൊക്കെ ക്ലോസ് ചെയ്ത് അല്ലേ, കൊടുക്കാനുള്ള ആളെ വിളിച്ചിട്ട് ഞങ്ങളെ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടാ ഒരു 50,000 റുപ്യ തരഞ്ഞ് ഇത് എമൗണ്ട് തരില്ല എന്ന്. എങ്ങനെ ഉണ്ടാവും? മനസ്സിലായില്ല? കൊടുക്കാനുള്ള ആളെ അക്കൗണ്ട് ക്ലോസ് ചെയ്യണമെങ്കിൽ അയാളെ പൈസ കൊടുക്കണ്ടേ? അവിടെ എമൗണ്ട് ക്രെഡിറ്റർക്ക് പേയ്മെൻറ്റ് നടത്താണ്ട്, അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ പറ്റുമല്ലോ. അസറ്റുകളും ലയബിലിറ്റി അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ബാങ്കിൻ്റെ ലോൺ കൊടുത്ത് തീർത്താലല്ലേ ക്ലോസ് ആവുള്ളൂ, അല്ലാതെ പീരീഡ് കഴിഞ്ഞ് എന്നുള്ളതുകൊണ്ട് ക്ലോസ് ആവുമോ? ഇല്ല. അപ്പോൾ ഫോർ ക്ലോസിങ് എക്സ്പെൻസ് ആണ് എൻട്രി. എന്താ പറഞ്ഞ് P&L അക്കൗണ്ട് അപ് ടു റെൻറ്റ്. അടുത്ത ക്ലോസിങ് ഇൻകം ആണെങ്കിൽ എന്താ, ഇപ്പോൾ കമ്മീഷൻ റിസീവ്ഡ് കിട്ടുമ്പോൾ എൻട്രി എന്താ, കമ്മീഷൻ അക്കൗണ്ട് അപ് ടു കമ്മീഷൻ, ക്യാഷ് അക്കൗണ്ട് അപ് ടു കമ്മീഷൻ. അപ്പോൾ കമ്മീഷൻ എന്നുള്ളതിനെ വീണ്ടും എന്ത് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എൻട്രി എന്താ, കമ്മീഷൻ അക്കൗണ്ട് അപ് ടു എവിടേക്കാ, P&L അക്കൗണ്ട്. ഓക്കെ, യെസ്. നമുക്ക് ടെക്സ്റ്റിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്, ഓപ്പണിങ്ങിൻ്റെയും ക്ലോസിങ്ങിൻ്റെ ഒക്കെ 2-3 ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ചെയ്യാം എന്തായാലും ഓപ്പണിംഗ് എൻട്രി, ക്ലോസിങ് എൻട്രി ഒക്കെ എവിടെ എഴുതുക, ജേണൽ പ്രോപ്പറിൽ എഴുതാം. മനസ്സിലായി? ഇനിയുണ്ട് വരുന്നുണ്ട് ട്രാൻസ്ഫറിങ് എൻട്രി. എന്താ സംഭവം നമുക്കറിയാം, ഡ്രോയിങ്സ് ഇല്ലേ, അത് ഡ്രോയിങ്സ് അക്കൗണ്ടിൽ നിന്ന് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഡ്രോയിങ് ചെയ്യുമ്പോൾ എൻട്രി എന്താ, ഡ്രോയിങ്സ് അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഇത് നോർമൽ എൻട്രി. അത് ഏത് ബുക്കിൽ എഴുതും, ക്യാഷ് ബുക്കിൽ എഴുതും. ബൈ എന്തെഴുതും, ഡ്രോയിങ്സ്. ഇനി ഡ്രോയിങ്സിനെ ക്യാൻസൽ ചെയ്യാൻ എന്ത് ചെയ്യേണ്ടി വരും, ഡെബിറ്റ് ചെയ്തതിനെ ക്യാൻസൽ ചെയ്യാൻ ക്രെഡിറ്റ് ചെയ്യണം. ക്യാപ്പിൽ നിന്ന് എന്ത് ചെയ്യണം, അത് കുറയ്ക്കണം. അപ്പോൾ ക്യാപ്പിൽ എന്താണ്, ലാബിലിറ്റി ഇൻക്രീസ് ആണോ ഡിക്രീസ് ഉണ്ടാവും, ഡിക്രീസ്. നീ 1,00,000 രൂപ കൊടുക്കുന്ന അതിൽ നിന്ന് 5,000 റുപ്യ വിഡ്രോ ചെയ്താൽ ക്യാപിറ്റൽ എന്ത് ചെയ്യും, കുറയും. ക്യാപിറ്റൽ ഡിക്രീസ് ചെയ്താൽ ഡെബിറ്റ് ചെയ്യണം. എൻട്രി കണ്ടോ, ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഡ്രോയിങ്സ്. ദിസ് ഈസ് വാട്ട് ഈസ് ട്രാൻസ്ഫറിങ് എൻട്രി. അടുത്ത ഏതാണ്, റെക്ടിഫിക്കേഷൻ ഉണ്ട്. പലതരത്തിലുണ്ട്, നമ്മൾ പറഞ്ഞാണ്. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഡെബിറ്റഡ് റോങ്ലി ഇൻ പർച്ചേസ് ഒക്കെ. റെക്ടിഫൈ എൻട്രി ഡയറക്റ്റ് പറഞ്ഞ ഏതാ, ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു പർച്ചേസ്. ഇത് എവിടെ എഴുതാൻ പറ്റുള്ളൂ, മറ്റൊരു ജേണൽ ഇതിൽ എഴുതാൻ പറ്റില്ല, ബുക്കിൽ എഴുതാൻ പറ്റില്ല. എവിടെ, പ്രോപ്പർ ജേണൽ. ദെൻ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആണ്. സാലറി ഡ്യൂ ആണ് അല്ലേ, സാലറി പേയ്മെൻറ്റ് ശരിക്കും നടത്തുകയാണെങ്കിൽ സാലറി അക്കൗണ്ട് അപ് ടു ക്യാഷ്. ഇവിടെ പക്ഷേ സാലറി അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. ഓക്കെ, ഉണ്ടാ ബൂട്ടാണോ, ഒന്ന് ചിന്തിക്കട്ടെ, ചിന്തിച്ച് ഡിസ്കസ് ചെയ്ത് പറയുമ്പോൾ ഉച്ചക്ക് കണ്ടാൽ മതി. ഇനി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലോ പറയണേ ടച്ച്. കിറ്റില്ലേ, ഓക്കെ. അഡ്ജസ്റ്റിംഗ് എൻട്രി, സാലറി അക്കൗണ്ട് അപ് ടു ഔട്ട്സ്റ്റാൻഡിങ് സാലറി. അടുത്ത ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഇൻ കൈൻഡാ, മനസ്സിലായ? ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഇൻ കൈൻഡ്. പുസ്തകത്തിൽ നിങ്ങൾ എന്ത് പഠിച്ചു, ഈ സാധനം നിങ്ങൾ നോക്കിയതല്ലേ, അഞ്ഞിപ്പോൾ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം കൂടി തരണല്ലേ. ഇതൊക്കെ ജേണൽ എൻട്രി ഫോർ ഡിസ്കൗണ്ട്, കോമ്പൗണ്ട് എൻട്രി, ഞാൻ പർച്ചേസ് റിട്ടേൺ, സെയിൽസ് റിട്ടേൺ. ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഇൻ ഡിഫറെൻറ്റ് ഫോം. ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നാൽ ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. ഗുഡ്സ് ആയിട്ട് കൊണ്ടുവന്നാൽ അതാണ് കൈൻഡ്. ഓക്കെ, പർച്ചേസാണ്, അങ്ങനെ പറയണ്ടല്ലേ. പിന്നെ ഫിക്സഡ് അസറ്റ് ആയിട്ട് കൊണ്ടുവന്നാൽ ഫിക്സഡ് അസറ്റ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. ഇത് ഒന്നുകൂടെ വായിച്ചോണ്ട്, ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ അന്ന് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഒന്നുകൂടെ എന്ത് ചെയ്യണം, വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നാളത്തെ കാര്യം മറക്കരുന്നാണോ, സെറ്റായിട്ട് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള എന്ത് ചെയ്യണം, അടുത്തൊരാഴ്ച, അടുത്ത സാറ്റർഡേ നമ്മൾ കാണും. അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യണം, തീർക്കണം കേട്ടോ. എല്ലാ ദിവസവും ഇരുന്ന് കറക്റ്റ് അപ്ഡേറ്റ് ചെയ്യുക. ഓരോ ദിവസവും രാത്രി എന്ത് ചെയ്യുക, എന്നിട്ട് എനിക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഫസ്റ്റ് അസൈൻമെൻറ്റ് ഏത് അസൈൻമെൻറ്റ് നോക്കാം, അത് എന്ത് വർക്കാണെങ്കിൽ ആ വർക്ക് എഴുതുക. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക, 1 2 3 ഡൺ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഓരോരുത്തരുടെ പേര് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് ആ ലിസ്റ്റിൽ ഡൺ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ചെയ്താൽ ഒന്ന് ആൾട്ടർ ചെയ്ത് എഡിറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് ചെയ്യാനൊരു താല്പര്യമുണ്ട്. ഓക്കെ, ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഇൻ ഏതാണ്, കൈൻഡ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾ ഉണ്ട്, എന്താ, ഫർണിച്ചർ കൊണ്ടുവന്നു ക്യാപിറ്റലായിട്ട്. ക്യാഷ് അല്ലേ സാധാരണ കൊണ്ടുവരും, അപ്പോൾ എൻ്റെ ക്യാഷ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റലാണ്. ഇവിടെ എന്താ, ഫർണിച്ചർ അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ. ഇത് എവിടെ എഴുതേണ്ടതാണ്, ജേണൽ പ്രോപ്പർ. 7ാമത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ്, പർച്ചേസ് അക്കൗണ്ട് അപ് ടു ഏതാണ്,
എക്സ് ലിമിറ്റഡ്. പർച്ചേസ് അക്കൗണ്ട് അല്ല, സോറി, ഏതാ? മെഷീനറി അക്കൗണ്ട്. പർച്ചേസ് ആയിരുന്നെങ്കിൽ ഇത് എവിടെ എഴുതായിരുന്നു? പർച്ചേസ് ബുക്കിൽ എഴുതായിരുന്നു. പക്ഷെ അസറ്റ് അല്ലേ. അടുത്തത് ഡിസോണർ ഓഫ് ബിൽസ് റിസീവബിൾ. ഓക്കെ അല്ലേ? ബില്ല് എന്ത് ചെയ്തു? വർത്ത് ₹2000 ഫ്രം ഷംഷാദ് ഡിഷോണേഡ്. അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബിൽസ് റിസീവബിൾ അല്ലേ. ബില്ല് ഡ്രോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ബിൽസ് റിസീവബിൾ അക്കൗണ്ട് ടു ഷംഷാദ്. നേരെ തിരിച്ചെന്താ? ഷംഷാദ് അക്കൗണ്ട് ടു ബിൽസ് റിസീവബിൾ. വിഡ്രോ ഓഫ് ഗുഡ്സ് ബൈ ദ പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്തു. അപ്പോൾ വിഡ്രോ എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ട് ടു പർച്ചേസ്. ഓക്കെ അല്ലേ? ഞാൻ ചോദിക്കാൻ വേണ്ടി ഇത് ഏത് ബുക്കിലാണ്? സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ഏത് ബുക്കിലാണ്? ക്യാഷ് ബുക്കിൽ. പർച്ചേസ് ഗുഡ്സ് ഫ്രം രാമു. പർച്ചേസ് ബുക്ക്. സോൾഡ് ഗുഡ്സ് ടു റാം. സോൾഡ് ഫർണിച്ചർ ടു നബീൽ. സോൾഡാണ്. അപ്പോൾ ഇവിടെ ജേണൽ പ്രോപ്പർ. ഫർണിച്ചർ അല്ലേ വിറ്റത്. അത് ക്യാഷിനാണെങ്കിലോ ക്യാഷ് ബുക്ക്. പക്ഷെ ക്രെഡിറ്റിനാണ്. ഇവിടെ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് അസറ്റ് പറഞ്ഞില്ലേ, അതേപോലെ എവിടെ എഴുതേണ്ടത്? പ്രോപ്പർ ജേണൽ. അടുത്തതാ സോൾഡ് മെഷീനറി ടു നന്ദു. അവിടെ തന്നെ ജേണൽ പ്രോപ്പർ. പർച്ചേസ് ഗുഡ്സ് ക്യാഷ് ബുക്കിൽ കണ്ടാ. ഗുഡ്സ് റിട്ടേൺ ഫ്രം റാം. ഏത് റിട്ടേൺ ആണ്? ഫ്രം റാം എന്ന് പറയുമ്പോൾ സെയിൽസ് റിട്ടേൺ ആണോ പർച്ചേസ് റിട്ടേൺ ആണോ? ഫ്രം റാം. റാമിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ റാമിന് നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യണം? സെയിൽ ചെയ്തിടണം. സെയിൽസ് റിട്ടേൺ. ഇത് ക്യാഷ് സെയിൽസ് റിട്ടേൺ ആണോ ക്രെഡിറ്റ് സെയിൽസ് റിട്ടേൺ ആണോ? അപ്പോൾ എവിടെ എഴുതാം? സെയിൽസ് റിട്ടേൺ ബുക്കിൽ. പർച്ചേസ് ഫർണിച്ചർ ഫ്രം ട്വിൻസ് ഫർണിച്ചർ. ഏതാ? ജേണൽ പ്രോപ്പർ. കോൺട്രിബ്യൂട്ടഡ് സ്റ്റോക്ക് ആസ് ക്യാപിറ്റൽ. എവിടെ? ജേണൽ പ്രോപ്പർ. ഡ്രോയിങ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ. ഇപ്പോൾ കണ്ടല്ലേ ജേണൽ. ഗുഡ്സ് യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ്. ഏതാ? എൻട്രി എന്താ? ഡ്രോയിങ്സ് അക്കൗണ്ട് ടു പർച്ചേസ്. അത് നമുക്ക് എവിടെ എഴുതാൻ പറ്റില്ല? മുകളിൽ ഒരു ബുക്കിൽ എഴുതാൻ പറ്റില്ല. ഓക്കെ. അടുത്ത കുറച്ച് എക്സാമ്പിൾ. പർച്ചേസ് ഓഫ് ഫർണിച്ചർ ഫ്രം തങ്കം ട്രേഡേഴ്സ് ഈസ് റെക്കോർഡഡ് ഇൻ ജേണൽ പ്രോപ്പർ അല്ലേ. അടുത്ത ഫിക്സഡ് അസറ്റ് പർച്ചേസ് ഓൺ ക്രെഡിറ്റ് ആസ് റെക്കോർഡഡ് ഇൻ ദ എവിടെയാണ്? പ്രോപ്പർ ജേണൽ. മിഷനറി പർച്ചേസ് ഓൺ ക്രെഡിറ്റ് ഈസ് റെക്കോർഡഡ്. ഓക്കെ, ജേണൽ പ്രോപ്പർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി? ലെഡ്ജർ അല്ലേ. ഒറിജിനൽ എൻട്രി ആയിട്ടുള്ളത് ഏതാണ്? സെയിൽസ് ക്യാഷ് ബുക്കും. പിന്നെ ഏതാ? ഒറിജിനൽ എൻട്രി പറഞ്ഞാൽ എന്താ? ജേണലിന് പറയുന്നത്. ഇതൊക്കെ ജേണലിൻ്റെ ഒരു ഫോം അല്ലേ. ഓക്കെ, ദാറ്റ്സ് ഓൾ.